ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്, കൊച്ചിയിലെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് വൈപ്പിനിലാട്ടോ. ഫോർട്ട് വൈപ്പിനിലെ ബീച്ച് അഴിമുഖം ഏരിയയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കേട്ടോ. ഇന്നത്തെ സായാഹ്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോനുള്ളിൽ പോകാം. പിന്നെ നമ്മളെ കൂടെ അമിത് ഉണ്ട്. ഓൾറെഡി അമിത് ഉണ്ട്, അമിതിൻ്റെ അനിയുണ്ട്, രക്താവർ പിന്നിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളെ കൂടെ വേറെ ആളോട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ബാലാജി ഇതുപോലെ നമ്മളെ കോളേജ് സുഹൃത്താണ്. ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ വീട് തൃപ്പൂണിത്തുറയല്ല. അപ്പോൾ നമ്മൾ വന്നപ്പോൾ എല്ലാവരും വീണ്ടും കാണാം ഇല്ല, ഒരു 7 മാസമുള്ള ആളെ നമ്മൾ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും കാണാന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടേക്ക് വന്നത് കേട്ടോ. പിന്നെ സ്ഥലങ്ങളും കാണാം അല്ലേ. ഈ അഴിമുഖത്തിൻ്റെ അപ്പുറത്തുണ്ടല്ലോ, ഇതിനപ്പുറത്താണ് നമ്മളെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അല്ലേ, അവരൊക്കെ അവിടെ അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫെറി സർവീസ് ഉണ്ട്. അതായത് ജങ്കാറ് പോലത്തെ പരിപാടി, വണ്ടികളും ആൾക്കാരൊക്കെ പോകാൻ പറ്റിയൊരു സംഭവമാണ്. എല്ലാവർക്കും അറിയാം ജങ്കാറ് പോലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഫെറി സർവീസ് പാലം വരുന്നതിന് മുമ്പ് ഇപ്പോഴും ഉണ്ട് ഫെറി സർവീസ് അല്ലേ. അപ്പോൾ സുഖമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. എത്ര കിലോമീറ്റർ കുറേ കിലോമീറ്റർ കുറവ് കിട്ടും അല്ലേ യാത്ര ചെയ്യുന്നത്. അവിടെ ഒരു കപ്പൽ പോകുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാൻ. കപ്പൽ കൊച്ചിയിൽ അതൊരു കപ്പൽ വണ്ടിയിലാരാണ്. ഇത് കാണുന്നൊക്കെ ചീനവല ഉണ്ടോ, നമ്മള് ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ചീനവല സംഭവങ്ങളൊക്കെ. ഓയിൽ ടാങ്കർ അല്ലേ. എൻ്റെ പിന്നിലായിട്ട് കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ ചീനവല കേട്ടോ. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരു മിനി ചീനവല ഉണ്ടാക്കുന്ന വീഡിയോ, അതുമായിട്ടുള്ള ഫിഷിങ്ങിനുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെഗാ ഹിറ്റാണ് നമ്മൾ പിന്നിൽ കാണുന്നത്. ഏകദേശം ഇവിടുന്ന് ആ തല മുതൽ അറ്റം വരുന്നത് കേട്ടോ ഈ ചീനവലയാണ്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണാനൊന്നുമില്ല, കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് കപ്പൽച്ചാലാണ് കേട്ടോ. വലിയ കപ്പലുകളൊക്കെ പോകുന്ന കപ്പൽച്ചാലാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നമ്മളുള്ളത് ഫോർട്ട് വൈപ്പിനിലുള്ള ഒരു ചർച്ചിൻ്റെ മുന്നിലാണ്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണ്. പോർച്ചുഗീസുകാരുണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഒരു ചർച്ചാണ്. ഹിസ്റ്ററി അങ്ങനെ അധികം ഒന്നും അറിയില്ല, എന്നാലും ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയാണ്. ചർച്ച് ഓഫ് അവർ ലേഡി ഹോപ്പ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. അതായത് നമ്മൾ ഈ ആലയങ്ങളുടെ അടുത്തൊക്കെ പോയിരിക്കുമ്പോഴേ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അതെന്താ അറിയില്ല, നമ്മളിപ്പോൾ തൃശ്ശൂരാണെങ്കിൽ മറ്റേ നമ്മളെ തെക്കേ ഗോപുരം നട ഫ്രണ്ടിലവിടെ ഇങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടാവില്ലേ, വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ. എപ്പോൾ പോയിരുന്നാലും ഒരേ ഫീലാണ്. അതേപോലൊരു വൈബാണ് ഇവിടെ. നല്ലൊരു പോസിറ്റീവ് വൈബ്, നല്ല പോസിറ്റീവ് അല്ലേ ബാലാജി? പിന്നെ അതെ, നല്ലൊരു സമാധാനമുണ്ട്. നല്ല സമാധാനമുണ്ട്, നല്ല ശാന്തമായ അന്തരീക്ഷം. പിന്നെ ഇവിടെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അധികം തിരക്കുകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാനും ആൾക്കാരുടെ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വന്നിരിക്കാനും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാനും ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടില്ല. ഫാമിലിയായിട്ട് വരാൻ പറ്റും. നല്ലൊരു മൂഡാണ്, നല്ലൊരു രസമുള്ളൊരു സംഭവമാണ് അല്ലേ. അതെ, അതൊരു ഈ ഈവനിങ് ടൈമിൽ വരാൻ പറ്റിയ ഒരു സ്ഥലം. അതെ. പിന്നെ പള്ളിയുടെ സ്ട്രക്ചർ ഫ്രണ്ടിൽ കണ്ടാൽ നല്ലൊരു രസമുണ്ട്. അതെ, വന്ന് ഫോട്ടോ എടുക്കാൻ നല്ലൊരു ആർക്കിടെക്ചർ എത്രയും കാലങ്ങള്. അതെ. നമ്മളെ ഇപ്പോൾ കപ്പിൾസിനൊക്കെ വന്നിട്ട് മാരേജ് ഒക്കെ കഴിഞ്ഞവർക്ക് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. നല്ലൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സ്ഥലം. അതെ. പിന്നെ പള്ളിക്ക് കുറേ വർഷത്തെ പഴക്കമുണ്ട് തോന്നുന്നു, പോർച്ചുഗീസുകാരുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് തോന്നുന്നു. കാരണം അവിടെ നമ്മൾ സ്പാനിഷിലോ ടച്ചിലോ ഏതോ ഭാഷയിലോ നമുക്ക് ഏതാണെന്ന് അറിയില്ല. ഹിസ്റ്ററിക്ക് നമ്മൾ വല്ലാണ്ട് പോകണില്ല, കാരണം അതിനെ പറ്റി പറഞ്ഞ് ചിലപ്പോൾ വിവാദമായി പോകും. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. എന്തായാലും അവിടെ സ്പാനിഷിലോ പോർച്ചുഗീസിലോ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് തോന്നുന്നത് കുറേ മുന്നത്തെ പഴക്കമുള്ള പള്ളിയാണ്, അതുകൊണ്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ.
ഉള്ളതേ ഒരു ആചാരബാഹു വലിയൊരു കെട്ടിടത്തിന് മുന്നിലാണുള്ളത്. ഇത് നമ്മളെ ഹൈക്കോർട്ടിന് അവിടെ കേട്ടോ. ആചാരബാഹു എന്ന് വെറുതെ പറഞ്ഞിട്ട് അതിനൊരു പേരുണ്ട്, പേരൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ക്യൂൻസ് ബേ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഇത് നമ്മൾക്ക് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും യാത്ര എന്താ പറയുക സാധനങ്ങൾ നടക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പൊളി വൈബാണ്. പിന്നെ കൊച്ചിയല്ലേ പറയണ്ട. കൊച്ചിയിൽ നമ്മൾ കാണാത്തയും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് ഏരിയകളുണ്ട് ഇതുപോലെ അല്ലേ വലജ്? അതെ. അപ്പോൾ ഈ സംഭവം മെയിനായിട്ട് നമ്മൾ ഈ ഫ്ലാറ്റുകളിലും പിന്നെ വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവരുണ്ടാവില്ലേ, പുറത്ത് വില്ലകൾ എടുത്തിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കെട്ടിടം കണ്ടല്ലോ, പിന്നെ മുകളിൽ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ വൈകുന്നേരം വന്നിരിക്കാനും ചില്ലോട്ട് അടിക്കാനോ പറ്റിയ സ്ഥലമാണ്. എല്ലാവർക്കും നടക്കാനും വൈകുന്നേരങ്ങളിൽ വന്ന് സാധനങ്ങളിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി സെറ്റപ്പാണ്. സംഭവം നല്ല കിട്ടിക്കിട്ടുണ്ട്. നമുക്കൊക്കെ വന്നൊന്ന് കാണാനൊക്കെ ആയാലോ അല്ലേ? പിന്നെ സെറ്റപ്പാണ്, കുഴപ്പമില്ല. ഈ ബാക്ക് വാട്ടേഴ്സ് ഉള്ളതുകൊണ്ട് നല്ലൊരു അതിൻ്റെ അവിടെ നിന്ന് നല്ല വ്യൂ ആയിരിക്കും ബാൽക്കണിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അല്ലേ? പിന്നെ മേലെ ഹെലിപ്പാഡാണ്. 2 ഹെലിപ്പാഡ് ഉണ്ട്. പക്ഷെ അത്രയ്ക്ക് വലിയൊരു ഹൈലി എന്താ പറയാ അത്രയും ക്യാഷ് ഒരു ഹെവി പാർട്ടി ഉള്ള സ്ഥലമാണ്. ക്യാഷ് ഉള്ളവരെ ഇവിടെ വീട് എടുത്തിട്ടൊക്കെ ഫ്ലാറ്റ് ഒക്കെ എടുത്തിട്ട് നിർത്തുള്ളൂ. കാരണം നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. അതെ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തിക്കുക കേട്ടോ. നമ്മൾ ബാലാജിനെ ഹൈക്കോർട്ടിൻ്റെ അവിടെ ഇറക്കി വിട്ടു. പിന്നെ മഴ പെയ്തുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ കുറച്ചൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എടുത്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ.